ഇടുക്കി അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചനെ കൊലപ്പെടുത്തിയ സിംഗുകണ്ടം സ്വദേശി ആരോഗ്യദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യലഹരിയിൽ നടത്തിയ ക്രൂര കൊലപാതകമെന്നാണ് കൊലയാളിയുടെ മൊഴി. കഴിഞ്ഞ മാസം 21-നാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചൻ കൊല ചെയ്യപ്പെട്ടത്. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കൊല നടത്തിയത് പാപ്പച്ചന്റെ സുഹൃത്ത് ചിന്നക്കനാൽ സിംഗുകണ്ടം സ്വദേശി ആരോഗ്യദാസാണെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകം നടന്ന ദിവസം പാപ്പച്ചനും ആരോഗ്യദാസും ഒരുമിച്ച് ബാറിൽ വെച്ച് മദ്യപിച്ചിരുന്നു. ഇരുവരും തമ്മിൽ ഇവിടെ വെച്ച് വാക്കുതർക്കമുണ്ടായി. ശേഷം ഇരുവരും പാപ്പച്ചൻ താമസിക്കുന്ന മുറിയിലേക്കെത്തി. ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നത്. മിനിയാന്ന് വൈകിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞ് ഇന്നലെ അതിൻ്റെ തുടർ നടപടികൾ ഇൻക്വസ്റ്റും ബോഡി പോസ്റ്റ്മോർട്ടവും നടത്തി പരിശോധന നടത്തി. ഡോക്ടറെ കണ്ട് ചോദിച്ചതിൽ തലക്കേറ്റ മാരകമായ ഒരു അടിയാണ് ഈ മരണകാരണമെന്ന് വെളിവായിട്ടുണ്ട്. തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ തന്നെ ഒരു സുഹൃത്തും മദ്യപിക്കാൻ കൂട്ടുകൂടുന്ന ഒരാളുമായി അടുത്ത ബാറിൽ വെച്ചൊരു ചെറിയ വഴക്കുണ്ടായതായിട്ട് മനസ്സിലായി. തുടർന്ന് ഇവരെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വഴക്കുണ്ടായി. ആ സ്ഥലത്ത് വെച്ച് വഴക്കിനെ തുടർന്ന് ഇയാൾ ശല്യക്കാരനായതുകൊണ്ട് തന്നെ ഒരു തടിക്കഷ്ണം എടുത്ത് ഇയാളുടെ തലയ്ക്ക് അടിക്കുകയും ആ അടിയിലേറ്റ പരിക്കുകൊണ്ടാണ് മരണം ഉണ്ടായതെന്നാണ് വെളിവായിട്ടുള്ളത്. അതിൽ ചെയ്ത പ്രതിയെ ചോദ്യം ചെയ്യുകയും പ്രതിയെ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തടിക്കഷ്ണം കൊണ്ട് തലക്കടിച്ചാണ് പാപ്പച്ചനെ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം പ്രതി പെരുമ്പാവൂരിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ അടിമാലിയിൽ തിരിച്ചെത്തി. CCTVയും മൊബൈൽ ഫോൺ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.